എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's Pavilion. വാട്ട് എ ഗെയിം ഓഫ് ക്രിക്കറ്റ്. ഇന്ന് ഫസ്റ്റ് വൺ ഡേ ഇൻ്റർനാഷണൽ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക റാഞ്ചിയിൽ കളിച്ചിരിക്കുകയാണ്. ഒരു സൂപ്പർ മാച്ചിന് വേദിയൊരുക്കിയ റാഞ്ചി എന്ന മഹാനഗരം നമ്മുടെ സ്വന്തം MS ധോണിയുടെ നാട്. ഓക്കെ, കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും തോൽക്കുന്ന പോലെ നമ്മൾ ടോസ് തോറ്റു. സൗത്ത് ആഫ്രിക്ക ടോസ് ജയിച്ച് ഇന്ത്യയെ ബാറ്റിങ്ങിനായിട്ട് പറഞ്ഞു വിട്ടു. ഇന്ത്യ വളരെ നന്നായിട്ട് തുടങ്ങി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു 18 റൺ എടുത്തപ്പോഴത്തേക്ക് യശസ്വി ജയ്സ്വാൾ ഔട്ടായി. പിന്നെ വന്നു വിരാട് കോഹ്ലി. ഓപ്പണർ രോഹിത് ശർമ്മയോട് കൂടി ചേർന്ന് വിരാട് കോഹ്ലി ഒരു താണ്ഡവം ആടുക തന്നെ ഉണ്ടായി. ഒരു 136 റൺസിൻ്റെ കൂട്ടുകെട്ട് രണ്ടാമത്തെ വിക്കറ്റിന് വേണ്ടി. സൂപ്പർ പ്ലേ. രോഹിത് ശർമ്മ 57 റൺസ് ഇട്ടു. 51 ബോളിൽ 3 സിക്സ് അടിച്ചു. 3 സിക്സ് അടിച്ചു എന്ന് പറഞ്ഞാൽ 2 സിക്സ് അടിച്ചപ്പോഴേക്കാണ് ലോക റെക്കോർഡായത്. ഒപ്പമെത്തി 351 സിക്സസ് ഇൻ ODI മാച്ചസ്. അഫ്രീദിയുടെ ഒരു പാകിസ്ഥാൻ പ്ലെയർ അഫ്രീദിയുടെ റെക്കോർഡായിരുന്നത്. പക്ഷേ അദ്ദേഹം ഒരു 369 മാച്ച് കളിച്ചിട്ടാണ് ആ റെക്കോർഡ് ഉണ്ടാക്കിയത്. എന്നാൽ വെറും 269 മാച്ച് കളിച്ച രോഹിത് ശർമ്മ ആ റെക്കോർഡിനെ മറികടന്നിരിക്കുന്നു. ഇന്ന് 3 സിക്സ് അടിച്ചതോടുകൂടി 352 എന്ന റെക്കോർഡിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. നമ്മുടെ ഹിറ്റ്മാൻ 6 മാനായിട്ട് മാറി. ഓക്കെ, രോഹിത് ശർമ്മ. എനിവേ, രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി എടുത്തതിന് ശേഷം 57 റൺസിൽ ഔട്ടായി. അതിനുശേഷം പ്ലെയേഴ്സ് വന്നു പോയി. ഗെയ്ക്വാഡ് വന്നു, ഋതുരാജ് ഗെയ്ക്വാഡ്. വാഷിങ്ടൺ വന്നു. ഇവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് KL രാഹുൽ ക്യാപ്റ്റൻ, അദ്ദേഹം വന്ന് വളരെ സോളിഡാരിറ്റി കൊടുത്തു ഇന്നിങ്സിന്. വിരാട് കോഹ്ലി കത്തിക്കയറിയപ്പോഴും മര്യാദയ്ക്ക് നിന്ന് ബാറ്റ് ചെയ്ത് KL രാഹുൽ 60 റൺസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഇന്നിങ് കളിച്ചു. പിന്നെ ജഡേജ വന്നൊരു 32 അടിച്ചു. അങ്ങനെ എല്ലാം കൂടെ ഒരു ലാസ്റ്റ് കളി തീരുമ്പോഴത്തേക്കും ഒരു 349 റൺസ് ഫോർ 8 വിക്കറ്റ്സ് എന്ന നിലയിലാണ് ഇന്ത്യൻ ഇന്നിങ്സ് പര്യവസാനിച്ചത്. ഇതിനകത്ത് സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സ് നന്നായിട്ട് പന്തെറിഞ്ഞു. പക്ഷേ ഈ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും KL രാഹുലിൻ്റെയൊക്കെ മാസ്മരിക പ്രകടനത്തിന് മുമ്പിൽ അവർ നിഷ്പ്രഭരായി എന്ന് നമുക്ക് പറയേണ്ടി വരും. അവർക്ക് വേണ്ടി മാർക്കോ ജാൻസൺ 2 വിക്കറ്റ്, നാൻഡ്രെ ബർഗർ 2 വിക്കറ്റ്, കോർബിൻ ബോഷ് 2 വിക്കറ്റ്, ബാർട്ട്മാൻ 2 വിക്കറ്റ്, അങ്ങനെയൊക്കെയാണ് എടുത്തത്. ഓക്കെ, മറുപടി ബാറ്റിങ്ങിനായിട്ട് സൗത്ത് ആഫ്രിക്ക വന്നപ്പോൾ അവർക്ക് വേണ്ടിയിരുന്നത് ജയിക്കാൻ 350 റൺസാണ്. 357 ആവറേജിൽ 350 റൺസ് വേണ്ടിടത്ത് അവരുടെ തുടക്കം വളരെ മോശമായി. അതായത് ഹർഷിത് റാണയുടെ ഫസ്റ്റ് ഓവറിൽ 2 വിക്കറ്റ് പൊടുന്നനെ വീണു. 11 റൺസിന് 3 വിക്കറ്റ് നിലയിലേക്ക് അവർ ചുരുങ്ങി. അത് കഴിഞ്ഞിട്ട് വിക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരുന്നു. 130 റൺസിൽ 5 വിക്കറ്റ് പോയി. ഓക്കെ, അവിടെ നിന്നാണ് കളി അവരുടെ മറ്റു ബാറ്റ്സ്മാൻമാർ മെയിനായിട്ട് പറയാൻ ബ്രിഡ്സ്കിയുടെ ഒരു 72 റൺസ്, ജോജി 39 റൺസ്, ബ്രേവിസ് 37 റൺസ്, മാർക്കോ ജാൻസൺ 70 റൺസ്. കോർബിൻ ബോഷ് ലാസ്റ്റ് വരെ കളിച്ചു 67. ലാസ്റ്റ് ഓവറിലാണ് അയാൾ ഔട്ടായത്. 67 റൺസ്. 350 റൺസിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ അതൊരു മാമത്ത് സ്കോറാണെന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുമായിരുന്നു. പക്ഷെ അവർ 134-5 എന്നുള്ള നിലയിൽ നിന്ന്
ലാസ്റ്റ് ഓവർ വരെ കളി കൊണ്ടുവന്നു. എന്നിട്ട് തോറ്റത്, അതായത് ഇന്ത്യ ജയിച്ചത് മിയർ 17 റൺസിനാണ്, 17 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. അപ്പോൾ ഇന്ത്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കൻഡ് ഇന്നിങ്സിൻ്റെ ഈ കളി നടക്കുന്ന സമയത്ത് അണ്ടർ ദി ലൈറ്റ്സ് ഉണ്ടല്ലോ, ഒന്നാമത് ഡ്യൂസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ബോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി, ബാറ്റ് ചെയ്യാൻ സുന്ദരമായി പിച്ചു. എന്നാലും ഇന്ത്യയുടെ ഒരു ഓവറോൾ മികവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മാച്ച് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ രോഹിത് ആൻഡ് കോഹ്ലി ആ ഒരു ജോഡി 136 റൺസ് സ്റ്റാൻഡ് തന്നു. അതുപോലെ തന്നെ കോഹ്ലി ഈസ് ഗോയിങ് ടു സ്റ്റേ ഹിയർ. ഒരു സിംഗിൾ മാച്ച് പ്ലെയറാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൾമയർ കൊള്ളുന്ന നല്ല ഒരു ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ലൈക്ക് പുള്ളി പറഞ്ഞാണ്, ഐ ആം സ്റ്റിൽ എൻജോയിങ് മൈ ക്രിക്കറ്റ്. ഐ ആം എക്സൈറ്റഡ് ടു പ്ലേ എനി കൈൻഡ് ഓഫ് ക്രിക്കറ്റ്. ദാറ്റ് ഈസ് ദി പ്ലേസ് ഐ ആം ഇൻ റൈറ്റ് നൗ. പുള്ളിയുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫിസിക്കൽ ആൻഡ് മെൻ്റലി ഹീസ് ഫിറ്റ് ആൻഡ് ഹീസ് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ ദിസ് മാച്ച്. ഇതിനകത്ത് തുടക്കം മുതൽ ലാസ്റ്റ് വരെ പുള്ളിയുടെ കംപ്ലീറ്റ് ഇന്നിങ്ങിൽ ആ ചടുലത നമുക്ക് കാണാൻ പറ്റും. എവിടെയും ഒരു മിസ്റ്റേക്കും ഇല്ല. പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ്, സിക്സൊക്കെ ഇങ്ങനെ എത്ര സിക്സ് അടിച്ചു നോക്കാം. 7 സിക്സ് അടിച്ചിരിക്കുകയാണ്. ഓക്കെ, രോഹിത് ശർമ്മ 3 സിക്സ്, KL രാഹുൽ 3 സിക്സ്. അപ്പോൾ കളിയുടെ എന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിൻ്റെ ഒരു മാസ്മരിക പ്രകടനം തന്നെയായിരുന്നു. അപ്പോൾ കൺഗ്രാജുലേഷൻ ടു ടീം ഇന്ത്യ, കൺഗ്രാജുലേഷൻസ് ടു ഓൾ ദി പ്ലെയേഴ്സ്, ഓൾ ദി ഫാൻസ്. നമ്മുടെ ടെസ്റ്റിൻ്റെ പരിതാപകരമായ തോൽവിയിൽ നിന്നും വൺ ഡേ ഗെയിംസ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ മാച്ച് തന്നെ ജയിച്ച് നമ്മൾ 1-0 ലീഡ് ചെയ്തിരിക്കുകയാണ്. ഈ 2 മാച്ച് വരാൻ പോകുന്നത് ഡിസംബർ 3-1, ഡിസംബർ 6-1. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.